എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 100-ാം ദിവസം. ഇന്ന് 991 മുതൽ 1000 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ഷഡധ്വാതീതരൂപിണ്യേ നമഃ. ഓം അവ്യാജ കരുണാമൂർത്തേ നമഃ. ഓം അജ്ഞാനധ്വാന്തദീപികായേ നമഃ. ഓം ആബാലഗോപവിദിതായേ നമഃ. ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമഃ. ഓം ശ്രീചക്രരാജനിലയായേ നമഃ. ഓം ശ്രീമൽ ത്രിപുരസുന്ദരിയേ നമഃ. ഓം ശ്രീ ശിവായേ നമഃ. ഓം ശിവശക്തിഐക്യരൂപിണ്യേ നമഃ. ഓം ലളിതാംബികായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ഷഡധ്വാതീതരൂപിണ്യേ നമഃ. ഓം അവ്യാജ കരുണാമൂർത്തേ നമഃ. ഓം അജ്ഞാനധ്വാന്തദീപികായേ നമഃ. ഓം ആബാലഗോപവിദിതായേ നമഃ. ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമഃ. ഓം ശ്രീചക്രരാജനിലയായേ നമഃ. ഓം ശ്രീമൽ ത്രിപുരസുന്ദരിയേ നമഃ. ഓം ശ്രീ ശിവായേ നമഃ. ഓം ശിവശക്തിഐക്യരൂപിണ്യേ നമഃ. ഓം ലളിതാംബികായേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം ഷഡധ്വാതീതരൂപിണ്യേ നമഃ. പ്രധാനമായ 6 മാർഗത്തിലൂടെയാണ് ദേവിയെ ഉപാസിക്കുന്നത്. അങ്ങനെയുള്ള ഉപാസന കൊണ്ട് അറിയപ്പെടുന്നവൾ. യഥാർത്ഥത്തിലുള്ള തത്വത്തിൽ നിന്നും അതീതയാണ് ദേവി. അപ്പോൾ 6 മാർഗങ്ങളിൽ പ്രധാനമായിട്ടും 6 മാർഗത്തിലൂടെയുള്ള ഉപാസന കൊണ്ട് അറിയപ്പെടുന്നവൾ ദേവി. ഓം അവ്യാജ കരുണാമൂർത്തേ നമഃ. അവ്യാജ കരുണാമൂർത്തി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ഭക്തിയോടെ ആരാധിക്കപ്പെടുന്നവൾ. യാതൊരു വ്യാജവുമില്ലാത്ത കരുണാമൂർത്തിയാണ് ദേവി. നിഷ്കളങ്കമായ ഭക്തിയോടെ ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി. നിഷ്കളങ്കമായ ഭക്തിയാണ് ദേവിക്ക് വേണ്ടത്. യാതൊരു വ്യാജവുമില്ലാതെ, അങ്ങനെയുള്ളവർക്ക് യാതൊരു വ്യാജവുമില്ലാതെ കരുണ ചൊരിയുന്നവളാണ് ദേവി. അങ്ങനെ നിർവ്യാജ കരുണാമൂർത്തി. ഓം അജ്ഞാനധ്വാന്തദീപികായേ നമഃ. അജ്ഞാനമാകുന്ന ഇരുട്ടിന് നിറദീപമായിട്ടുള്ളവളാണ് ദേവി. അപ്പം അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ദേവിയെ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ ദേവി ക്ഷമിക്കും. പക്ഷേ അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും വീണ്ടും എന്തെങ്കിലും തെറ്റുകൾ പറ്റുകയാണെങ്കിൽ ദേവി ക്ഷമിക്കുകയില്ല. ഓം ആബാലഗോപവിദിതായേ നമഃ. ബാലന്മാർ മുതൽ ഗോപന്മാർ വരെ. ഇവിടെ ബാലന്മാർ എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത പാമരന്മാർ. ഗോപന്മാർ എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ. അപ്പോൾ ഭക്തിയോടെ ഏതൊരാൾക്കും ഒരേപോലെ ദേവിയെ സമീപിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്തിയാണ് പ്രധാനം. വലിയ അറിവിനല്ല പ്രാധാന്യം, ഭക്തിക്കാണ് പ്രാധാന്യം. അപ്പോൾ ഭക്തിയോടെ ആര് ജപിച്ചാലും, അറിവില്ലാത്തവർ ജപിച്ചാലും അറിവുള്ളവർ ജപിച്ചാലും, അറിവില്ലാത്തവർക്കും ഒരുപോലെ ദേവിയെ ആരാധിക്കാം, ദേവിയെ പൂജിക്കാം, ദേവിയെ സമീപിക്കാം. ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമഃ. സർവരാലും അതിലംഘിക്കാൻ സാധ്യമല്ലാത്ത ദേവതയാണ്. സർവരാലും അതിലംഘിക്കാൻ സാധ്യമല്ലാത്ത ശാസന ശക്തിയോട് കൂടിയവളാണ് ദേവി. എന്ന് പറഞ്ഞാൽ ആരാലും അതിലംഘിക്കാൻ കഴിയുകയില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. ഓം ശ്രീചക്രരാജനിലയായേ നമഃ. ചക്രങ്ങളിലെ രാജാവാണ് ശ്രീചക്രം. ആ ചക്രം തൻ്റെ നിലയമാക്കി വച്ചിരിക്കുന്നവളാണ് ദേവി. ഓം ശ്രീമത് ത്രിപുരസുന്ദരിയേ നമഃ. ത്രിപുരങ്ങൾക്കും അധീശ്വരിയായവൾ എന്ന് വെച്ചാൽ ത്രിപുരം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ത്രിപുരങ്ങൾക്കും അധീശ്വരിയാണ് ദേവി. വേറൊരർത്ഥം പറഞ്ഞാൽ ത്രിപുരൻ എന്ന് വെച്ചാൽ ശിവൻ, ശിവൻ്റെ പത്നി ദേവി. ഓം ശ്രീ ശിവായേ നമഃ. ശിവൻ്റെ സ്ത്രീയായിട്ടുള്ളവൾ. ഇപ്പം വിഷ്ണുവായിട്ട് വരുമ്പോൾ വിഷ്ണുവിൻ്റെ സ്ത്രീയാണ് ലക്ഷ്മി, ബ്രഹ്മാവിൻ്റെ സ്ത്രീയാണ് സരസ്വതി. അപ്പം ഇവയ്ക്കെല്ലാം സ്ത്രീയായിട്ടുള്ളവൾ പാർവതിയായാലും ലക്ഷ്മിയായാലും സരസ്വതിയായാലും എല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് ശ്രീ ശിവ. ഓം ശിവശക്തിഐക്യരൂപിണ്യേ നമഃ. ശിവനും ശക്തിയും ഒന്നായി കലർന്ന
രൂപത്തോട് കൂടിയവൾ, ശിവശക്തി രൂപിണി, ശിവശക്തി ഐക്യരൂപിണി, ശിവനും ശക്തിയും ഒന്നായി കലർന്ന രൂപത്തോടു കൂടിയവൾ. ഈ പ്രപഞ്ചത്തിൽ ശിവശക്തി മേളനമാണുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ ചരങ്ങൾക്കും അചരങ്ങൾക്കും എല്ലാം എന്താണ്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട് എന്ന് വെച്ചാൽ. അപ്പം ഈ പ്രപഞ്ചശക്തി, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശിവനും ശക്തിയും ചേർന്നതാണ്. അങ്ങനെ ശിവശക്തി മേളനമാണ് ഈ ലോകം തന്നെ. അതുകൊണ്ട് ശിവശക്തി ഐക്യരൂപിണി. ഓം ലളിതാംബികായേ നമ. ലളിതാംബികയായിട്ടുള്ളവൾ, ലാളിത്യമുള്ളവൾ. നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് മാത്രമാണ് ദേവിയെ നമുക്ക് സമീപിക്കാൻ കഴിയുന്നത്. നിഷ്കളങ്കമായ ഭക്തി മാത്രം മതി ദേവിയെ അറിയാൻ. എല്ലാറ്റിനും പരമമായിട്ടുള്ള ദേവി ഈശ്വരിയാണ് ദേവി. അപ്പോൾ ജപിക്കുമ്പോൾ കിട്ടുന്ന മാനസികമായ ആനന്ദമായിരിക്കണം ലളിതാ സഹസ്രനാമ ജപത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഇത് കിട്ടും അത് കിട്ടുമെന്ന് വിചാരിച്ചല്ല ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്. ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാനസികമായ ആനന്ദമായിരിക്കണം ലളിതാ സഹസ്രനാമ സ്തോത്ര ജപത്തിൽ കൂടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. ഇനി ഇവിടെ പറയട്ടെ, നമ്മൾ 1000 നാമങ്ങൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. എൻ്റെ എളിയ അറിവിൽ നിന്നും സാധാരണക്കാരിയായ എനിക്ക് ഇങ്ങനെയൊരു യജ്ഞം നടത്താൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ എല്ലാം മഹാദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചതാണ്. ഇപ്പോൾ ദേവി പ്രസാദിച്ചു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 100 ദിവസമായിട്ട് യാതൊരു തടസ്സവും കൂടാതെ എനിക്കിത് ജപിക്കാനും പറയാനും കഴിഞ്ഞു. അമ്മയുടെ അനുഗ്രഹം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പോൾ എന്നെ ഇതിന് പ്രാപ്തയാക്കിയത് എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രക്കാനം കൈതവന ശ്രീ ദുർഗാ ഹനുമത് സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്, ലളിതാ സഹസ്രനാമാവലി വ്യാഖ്യാനിക്കണമെന്ന്. അപ്പം കൈതവനേമ്മയുടെ അനുഗ്രഹവും കഴിഞ്ഞ ഹനുമൽ ജയന്തി ദിവസമാണ് ഇത് തുടങ്ങിയത്. അപ്പം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടായി. അതുപോലെ തന്നെ സാക്ഷാൽ ലളിതാദേവിയുടെ ഈ പ്രപഞ്ചമാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്, ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിത് യാതൊരു തടസ്സവും കൂടാതെ ഇത്രയും 1000 നാമങ്ങളും ചൊല്ലിത്തീർക്കാൻ പറ്റിയത്. അമ്മയുടെ പാദങ്ങളിൽ ഞാൻ ഈ യജ്ഞം സമർപ്പിക്കുകയാണ്. കാരണം ഈ ഒരു യജ്ഞം എന്നെ സാധാരണക്കാരിയായ എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയല്ലോ ദേവി അമ്മേ. എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ 100 ദിവസവും ദുർഗാപ്രസാദം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പം ഓം ശ്രീ ലളിതാദേവിയേ നമ. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ മഹാദേവിയേ നമ. എല്ലാവർക്കും നന്ദി. നമസ്കാരം.